ദൈവത്തിൻ്റെ ചേരന്മാർ പോലെ അത്രയും സ്നേഹം കാമഭ്രാന്ത് വായിക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്നതിൻ്റെ പേരാണ്. ഒത്തിരി പേര് അത് പൊത്തിപ്പിടിച്ച് വായിക്കുന്നവരുണ്ട്. ഈ കാമം എന്നുള്ള വാക്കുകളുണ്ട്, പൊതിഞ്ഞ് വായിക്കുന്നവരുണ്ട്. വീട്ടിൽ ബുക്ക് ഓർഡർ ചെയ്തിട്ട് ഹോസ്റ്റലിലുള്ള പെൺകുട്ടി വിളിച്ചിട്ട് ഉമ്മ അത് പൊട്ടിക്കരുത്, ഞാൻ വന്നിട്ട് പൊട്ടിക്കാവോ, ഞാൻ പൊട്ടിച്ചോളാം. കാരണം അത് കണ്ടാൽ സ്നേഹം കാമെന്ന് കണ്ടാൽ അത് വലിയ പ്രശ്നമാവും. സ്നേഹം കാമം ഭ്രാന്ത് ബുക്ക് വായിച്ചതുകൊണ്ട് ഒരു കുട്ടിയെ, ആ കുട്ടിയുടെ അമ്മയാണ് എനിക്ക് മെസ്സേജ്. ഈ ബുക്കിൻ്റെ പേര് ഒരു എക്സ്പെരിമെൻ്റ് രീതിയിൽ സ്നേഹം മോഹം ഭ്രാന്ത് എന്നാക്കിയിരുന്നു, ഒരു എഡീഷൻ. അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ആളുകൾ ഈ കാമം എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് പറയാൻ പഠിക്കുന്നത് അറിയാൻ വേണ്ടി ഒരു എഡീഷൻ മാത്രം സ്നേഹം മോഹം ഭ്രാന്താക്കി. ഇപ്പോൾ ഒരു ലേഡി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ജോസഫ് നിങ്ങളുടെ ആ പേരിന് വേണ്ടി വാദിച്ച് സ്കൂൾ മാറിപ്പോയ ഒരു മകൾ എനിക്കുണ്ടെന്ന്, നിങ്ങളത് ചെയ്യാൻ പറയുമ്പോൾ ഇതൊരു വൺ എഡീഷൻ എക്സ്പെരിമെൻ്റ് ആണ്. അവർ പറഞ്ഞത് വാർഡനായിട്ടുള്ള സിസ്റ്റർ ഈ സ്നേഹം കാമം ഇത്തരം ബുക്കിലൂടെ വായിക്കരുത്. അപ്പോൾ അവൾ പറഞ്ഞു, ചെറിയ കുട്ടിയാണ്, 10ലും കണ്ടാന്ന് തോന്നുന്നു. അവൾ പറഞ്ഞു ഇത് ജോസഫ് ഒരാളാണ്, അയാളുടെ മറ്റു ബുക്ക് ദൈവത്തിൻ്റെ ചേർന്ന് അയാളെ നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, അയാൾ മോശം സാരം എഴുതുന്ന ഒരാളല്ല, ഇത് വൃത്തിയിട്ട് ബുക്കല്ല. എന്നിട്ട് അവർ സംഭവിക്കാനായിട്ട് അവർക്ക് അമ്മയോട് പറഞ്ഞ്, അമ്മ ഇറ്റലിയിലാണ്, അമ്മാമ്മയുടെ പണിക്കുട്ടി താമസിക്കുന്നത്, അവരവിടുന്ന് ടി സി വാങ്ങിപ്പോയി.